അസ്സലാമു അലൈക്കും. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ പടിവാതിൽക്കൽ എത്തിനിൽക്കുകയാണ്. നോമ്പിന്റെ പകലിരവുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പരിശുദ്ധമായ കാലയളവിനെ വെറുമൊരു പാചക മത്സരത്തിനുള്ള വേദിയായി നാം കാണരുത്. ഭക്ഷണം പാകം ചെയ്യേണ്ട എന്നല്ല ഇതിനർത്ഥം, മറിച്ച് പാചകത്തിനായി ചിലവാക്കുന്ന സമയം പരമാവധി കുറച്ച് ലളിതമായ വിഭവങ്ങൾ തയ്യാറാക്കുന്നതാകും ഉചിതം. അതിനായി കൂടുതൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് ഒരുപക്ഷേ രുചി കൂടുതലായിരിക്കാം, പക്ഷേ ആ രുചിക്ക് വേണ്ടി പ്രാർത്ഥനകൾക്കായി നീക്കിവെക്കേണ്ട വിലപ്പെട്ട സമയം നാം നഷ്ടപ്പെടുത്തരുത്. നോമ്പുകാർക്ക് ഭക്ഷണം ഒരുക്കുന്നതും അവരെ നോമ്പ് തുറപ്പിക്കുന്നതും ഏറെ പുണ്യമുള്ള കാര്യമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ അത് വിഭവങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള ഒരു മത്സരമായി മാറരുത് എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ നോമ്പുതുറയല്ലേ, അതൊന്ന് ഉഷാറാക്കണം എന്ന് പറയുന്ന ഒട്ടേറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ആവേശം പ്രാർത്ഥനകളില്ല, മറിച്ച് തീന്മേശയിലെ വിഭവങ്ങളിലാണെന്ന് നമുക്കറിയാം. വയർ നിറയുന്നത് കാരണം പലപ്പോഴും പല വിഭവങ്ങളും തൊട്ടുനോക്കാൻ പോലും നമുക്ക് സാധിക്കാറില്ല. അത്രയേറെ എണ്ണിയാൽ ഒടുങ്ങാത്ത പലഹാരങ്ങളാണ് പലയിടത്തും വിളമ്പുന്നത്. പറഞ്ഞതിൽ വിഷമം തോന്നരുത്. വിശുദ്ധ റമദാൻ ഇന്ന് വരും, നാളെ വിട പറയും. അത് ഓർക്കുക. അമിതമായി പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. പിന്നീട് ഫർള് നമസ്കാരങ്ങൾക്കു പോലും ഊർജ്ജമില്ലാതെ നാം തളർന്നു പോയേക്കാം. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ.